സായി കൃഷ്ണ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഇത് കേൾക്കുന്ന ആളുകൾക്ക് എത്രമാത്രം അങ്ങേരെ അറിയുമെന്ന് എനിക്കറിയില്ല. അങ്ങേരെ ഈ കാറിലൊക്കെ ഇരുന്നാണ് എപ്പോഴും വീഡിയോ ഇടാറുള്ളത്. ന്യായമാണ് ഇത്. നായന്റെ മുഖത്ത് നോക്കി പറയാനുള്ള സ്വഭാവ സന്തോഷം പഠിച്ചോണ്ടാണ് സായിയോട് സായി എന്റെ കോപാളത്തിൽ ചോദിച്ചേ. ഒന്നുകിൽ കാറിലുണ്ടാവും, അല്ലെങ്കിൽ ഇങ്ങനെ ബഹിരാകാശത്തുണ്ടാവും. താനെന്നെ ഇൻസൾട്ട് ചെയ്യരുത്. സത്യം പറയുന്നത് ഇൻസൾട്ട് ആണെങ്കിൽ ഇനിയും പല പല ഇൻസൾട്ട് താൻ കേൾക്കേണ്ടി വരും. അപ്പോൾ ഈ പരിപാടിക്കിടയിൽ ബോധപൂർവം ഇങ്ങനെ ചെയ്തൊരു കാര്യമാണ് ഇപ്പൊ വിവാദത്തിലേക്ക് വന്നത്. മനുഷ്യനെ നാറ്റിക്കാനായിട്ട് ജനിച്ചിരിക്കാണോ താൻ? അല്ലെങ്കിൽ തന്നെ നാട്ടിലിറങ്ങി നടക്കാൻ മേല. ഈ സായി കൃഷ്ണ എന്ന് പറഞ്ഞ ഇങ്ങനെ പറഞ്ഞു നമ്മുടെ സിനിമയെ കുറിച്ച് കുറച്ച് മോശമായിട്ടുള്ള ചില കമന്റ്സ് ഇയാൾ പറയുന്നുണ്ടായി. ഇവനൊക്കെ എന്ത് ചെയ്യണമെന്നറിയാവോ? വീട്ടിൽ വെച്ച് കൊല്ലണം. അതായത് അങ്ങനെ ഉദ്ദേശിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ 250 കോടിയുടെ ബാഹുബലിയോ അല്ലെങ്കിൽ ജുറാസിക് പാർക്കോ അല്ലെങ്കിൽ ഇതെല്ലാം വലിയ വലിയ സിനിമകളുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ സന്തോഷ് പണ്ഡിറ്റിന്റെ വടവക്കേര് മൂന്നാം കിട എന്നാണ് ഇങ്ങനെ ഉദ്ദേശിച്ചത്. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. പക്ഷേ വരാനുള്ള വെടി വഴി തങ്ങൂല. അതിന് എഞ്ചിൻ കൂടി തകർത്തിട്ടേ പോവുള്ളൂ. ഒരു മൂന്നാം കിട ചാനൽ കൊണ്ട് നടക്കുന്ന നിങ്ങൾ വളരെ അധികാരിയായിട്ടും സംസാരിക്കേണ്ട എന്നുള്ള രീതിയിൽ ഇങ്ങേരോട് പറഞ്ഞു. അപ്പൊ മൂന്നാം കിട ചാനൽ എന്നൊക്കെ കേട്ടപ്പോ ഇങ്ങനെ ആകെ ഒരു കൺഫ്യൂഷൻ കേട്ടോ. ഈ പറയുന്ന 24 ന്യൂസ് ചാനലാണെങ്കിലും അവരുടെ ഒരു വ്യൂവേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവർ 50 lakhs പ്ലസ് വ്യൂവേഴ്സ് ഫോളോവേഴ്സ് ഉള്ള ഒരു ചാനലും ഇയാളുടെ ചാനലുമായിട്ട് കമ്പയർ ചെയ്താൽ ഇയാളത് മൂന്നാം കിടയല്ലേ എന്നാണ് ഞാൻ ചോദിച്ചത്. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? കാരണം ഇയാൾ എൻ്റെ സിനിമയെ 250 കോടിയുള്ള സിനിമയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് സ്വാഭാവികമായും ഇയാളുടെ ചാനലിനെയും മറ്റുള്ള വലിയ ചാനലായിട്ട് കമ്പയർ ചെയ്യാലോ. കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ തോന്നേണ്ടത് തോന്നാൻ ഇത്തിരി സമയം നല്ലതാ. പക്ഷേ ഇനിയെങ്കിലും എല്ലാരെയും കൊണ്ട് അതും ഇതും പറയിക്കാതെ ഒരു നല്ല രീതിക്ക് ജീവിച്ചു. Get your money. Ooh, baby, it's dangerous. Your problems are just not the same.